ഞാൻ ജനിക്കുന്നത് 51 കാലഘട്ടത്തിലാണ്, 1955. അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതം മുന്നോട്ട് വന്ന സമയത്ത് എൻ്റെ അച്ഛൻ ഒരു കാരണയും അരയണയും ഒരു ചപ്പടയൊക്കെ കയ്യിൽ തന്നു. അത് നീ സൂക്ഷിച്ചോളാൻ പറഞ്ഞു. ഞാൻ അത് സൂക്ഷിച്ചു വെച്ചു. പിന്നെ വീണ്ടും നാണയം ശേഖരിക്കുന്നതിനുള്ള ഒരു കമ്പം, അതിയായ ഒരാഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നി. അതിന് ശേഷമാണ് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും കണ്ടെത്തുകയും ഇപ്പോൾ അനവധി നാണയങ്ങളും കുറച്ച് പുരാവസ്തുക്കളും സ്റ്റാമ്പിൻ്റെയും കളക്ഷൻ ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പല സ്കൂളിലും പല സ്കൂളിലും കോളേജുകളിൽ പ്രൊഫഷണലായിട്ട് പോകാറുണ്ട്. അവിടെ യാത്ര ചെയ്ത് ഞാനിപ്പം വീട്ടിലിരിക്കുന്ന ഏതാനും കുറച്ച് നാണയങ്ങളും കുറച്ച് നോട്ടുകളൊക്കെ ഞാൻ എൻ്റെ പേഴ്സിൽ കൊണ്ടുവെക്കും. അപ്പം പിന്നെ ആരെങ്കിലും ഇതിനെക്കുറിച്ച് കാണാത്ത വ്യക്തികളുണ്ടെങ്കിൽ അവിടെ ഞാൻ എൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് നാണയങ്ങൾ എടുത്ത് അവിടെ കാണിക്കാറുണ്ട്. അങ്ങനെ അനവധി ആൾക്കാരെ കാണിച്ചതിന് ശേഷം അവർ കയ്യിലിരിക്കുന്ന വിദേശ നാണയങ്ങളോ സ്റ്റാമ്പോ അങ്ങനെ കൂടുതൽ എനിക്ക് കളക്ട് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ ഞാൻ അത്യാവശ്യം എന്തെങ്കിലും ഒരു സാധനങ്ങൾക്ക് വാങ്ങിക്കാൻ പോകുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ നല്ല കൗതുകകരമായ നോട്ടോ ഒരു നാണയമോ ഒരു പുരാവസ്തു ശേഖരമോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കരസ്ഥമാക്കാൻ എന്തെങ്കിലും മാർക്കൊണ്ട് നോക്കും. അരിമേടിക്കാൻ കൊണ്ടുപോയി പൈസ കൊടുത്താലും ശരി, ഞാൻ കൈവശമാക്കാൻ ഞാൻ അങ്ങേയറ്റം ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പല നാണയങ്ങളും പല നോട്ടുകളും പുരാവസ്തുക്കളും സ്റ്റാമ്പുകളുടെ കളക്ഷൻ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ക്ലാസ് എടുക്കുന്നുണ്ടോ? ഓരോ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നുണ്ടോ? പിന്നെ അറിയത്തില്ലാത്ത ചില ആൾക്കാരെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്, ക്ലാസ് എടുക്കാറുമുണ്ട്. ഏതൊക്കെ? നാണയങ്ങളെക്കുറിച്ചും പുരാവസ്തുക്കളെക്കുറിച്ചും സ്റ്റാമ്പിനെക്കുറിച്ചും എൻ്റെ അറിവനുസരിച്ചുള്ള അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അങ്ങേയറ്റം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂളുകളിലൊക്കെയാ? സ്കൂളുകളിൽ ഞാൻ പ്രൊഫഷണലായിട്ട് പോകാറുണ്ട്. പല സ്കൂളിലും പോയിട്ടുണ്ട്. ഇനിയും വീണ്ടും സ്കൂളുകളിൽ പ്രൊഫഷണൽ നടത്തുകയും ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്ത അനേകം കുട്ടികളുണ്ട്. പുരാവസ്തുക്കൾ എന്താണെന്നും ഈ നാണയങ്ങൾ എന്താണെന്നും അറിയത്തില്ലാത്ത അനവധി കുട്ടികളുണ്ട്. അവരെ മനസ്സിലാക്കുക, അവർ അറിവ് കൊടുക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ശ്രമിക്കുന്നത്. ഇവരെൻ്റെ ചെറുമക്കളാണ്. ഇവർക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ആശയമുണ്ടോ? ഇവർക്ക് ഇത് കാണാൻ വലിയ കൗതുകമാണ്. ഞാൻ ഇവിടെ വന്നു കഴിയുമ്പോൾ പിള്ളേർ ഇത് വളരെ ശ്രദ്ധാപൂർവ്വം നോക്കുകയും ഏതൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കാറുമുണ്ട്. ഈ നോട്ട് 57 കാലഘട്ടത്തെ നോട്ടാണ്. ഇതിന് അന്നത്തെ കാലഘട്ടത്തെ കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിന് പലരുടെയും സാധനം മേടിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകണമെങ്കിൽ കാളവണ്ടിയുടെ ആവശ്യം വരുമായിരുന്നു. അത്രയും വിലമതിപ്പുള്ള ഒരു നോട്ടായിരുന്നു. ഇപ്പോൾ വരെ ഇത് ആൾക്കാർക്ക് വലിയ കൗതുകമില്ല. എങ്കിൽ തന്നെയും ഇത് ചില ആളുകളെ കാണിച്ചു കഴിയുമ്പോൾ അവർ ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാറുമുണ്ട്. എവിടുന്ന് എങ്ങനെ കിട്ടി എന്നൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം അന്വേഷിക്കാറുമുണ്ട്. ഇതാണ് പ്രത്യേകത ഈ നോട്ടിൻ്റെ. ഇപ്പോൾ ഓരോരുത്തരും സാധാരണ ആൾക്കാരെ ആരെങ്കിലും കൈ കാണാത്ത ഒരു വിശിഷ്ടമായ നോട്ടാണ്. ഇനി മറ്റൊരു നോട്ട് കാണിക്കാം. ഇത് 930 കാലഘട്ടത്തെ നോട്ടാണെന്നാണ് എൻ്റെ അറിവിരിക്കുന്നത്. കൃത്യമായി എനിക്ക് ഡേറ്റ് അറിയത്തില്ല. എങ്കിൽ തന്നെ ഈ നോട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇതുണ്ടോ, ഇതിൽ എഴുതിയിരിക്കുന്ന ഭാഷകൾ 8 ഭാഷകളിൽ എഴുതിയിട്ടുണ്ട്. മറുപുറത്ത് ഫ്രണ്ടിലത്തെ ഒരു രാജാവിൻ്റെ പടമാണ് ഇതിലുള്ളത് ഉണ്ടാകുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് ഈ നോട്ടിൻ്റെ എഴുതിയിരിക്കുന്നത്. 30 കാലഘട്ടം എന്നാണ് എൻ്റെ അറിവ്. കൃത്യമായ ഡേറ്റ് എനിക്ക് അറിയുന്നതുകൂടാ. തന്നെ ഈ നോട്ട് എനിക്ക് രസമാക്കാൻ കഴിഞ്ഞു. ഇത് ഇനിയും കാണേണ്ട ആൾക്കാർക്ക് അവിടെ കാണാനുള്ള അവസരം ഞാൻ എവിടെയും പ്രദർശനം നടത്തുമ്പോൾ വന്നാൽ കാണാവുന്നതാണ്. മറ്റൊന്ന് കാണിക്കാം. ഇത് 1970 കാലഘട്ടത്തെ ഒരു രൂപയാണ്. ഇതേ മോഡൽ വേറെ രൂപ 10, 100, 150 എൻ്റെ കയ്യിലുണ്ട്. 70 കാലഘട്ടത്തെയാണ്. ഇത് ഇപ്പോൾ സാധാരണ വിനിമയത്തിലില്ല, ക്രയവിക്രയത്തിലില്ല ഇപ്പോൾ ഇങ്ങോട്ട്. ഇനി വേറൊന്ന് നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് സീരിയൽ നമ്പർ 55, 56, 57, 58, 59, 60, 61 സീരിയൽ നമ്പർ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് അത് ശരി. ഇതന്നെ അങ്ങനെ സീരിയൽ നമ്പർ വരാൻ കാരണം? ഇതുകൊണ്ട് 100 എൻ്റെ കസ്റ്റഡി കിട്ടിയതായിരുന്നു. പക്ഷേ
അതിൽ ഒത്തിരി എടുത്തുപോയി. ശരി നമ്മൾ അക്കൗണ്ട് കാണത്തില്ലായിരിക്കില്ലേ? കാണിച്ചു തരാം. 55 കാണാമോ? കാണാം. അതെ, ശരി നമ്പർ ഇത് 55, 56, 57, 58, 59, 60, 61. ഇതെങ്ങനെ ഇങ്ങനെ ഇത്ര കളക്ട് ചെയ്യാൻ പറ്റി? ഇത് 100 കിട്ടിയതാണ്. അതിൽ ഞാൻ ആശുപത്രിയുടെ കയ്യിൽ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. 100 കിട്ടിയതാണ്? 100 കിട്ടിയതാണ്. അത് ശരി. ഈ 100 കിട്ടിയിട്ട് ബാക്കി എന്ത് ചെയ്യും? ബാക്കിയും ചെലവഴിച്ചു. അന്ന് അതിന് വാല്യൂ ഉണ്ടായിരുന്നു? അന്ന് വാല്യൂ ഉണ്ടായിരുന്നു. ഇപ്പം അതിന് വാല്യൂ ഉണ്ടോ? ഇപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എടുക്കുമെന്ന് പറഞ്ഞാൽ ചിലർ എടുക്കുമായിരിക്കാം, പക്ഷേ എനിക്ക് തന്നെ വ്യക്തതയില്ല. എന്നാലും ആൾക്കാർക്ക് മടിയാണ്. അത് ശരി. ഇത്തരം നോട്ടുകൾ എൻ്റെ ഒരു 100-150 എൻ്റെ കസ്റ്റഡിയിൽ ഇപ്പോഴും ഉണ്ട്. അത് ശരി. സെയിൽ നമ്പർ ആയിരിക്കില്ല, ഇത് 2 നോട്ട് 150 എണ്ണത്തിൽ കുറയാതെ എൻ്റെ കസ്റ്റഡിയിലുണ്ട് ഇപ്പം നല്ലത്. ഇനി മറ്റൊന്ന്, ഈ ഇത്തരം നോട്ട് അടിച്ചത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്പർ എല്ലാം 0-ൽ അവസാനിച്ചിരിക്കുന്ന, എല്ലാം 0ആണ്. ഇനി ഇത്തരം നോട്ടുകൾ വേറെ അടിക്കുമ്പോൾ 0 മാറി അക്കങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇത് വർഷം ഏകദേശം ഒരു 65-70 കാലഘട്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. വർഷം കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിന് മറ്റൊന്ന്, ഇത് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്ന നോട്ടാണ്, 5 നോട്ട്. അത് ശരി. അങ്ങനെ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വരുമോ? പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്ന ഇതൊരു റിസർവ് ബാങ്കിലെ ജോലിക്കാരൻ എനിക്ക് കിട്ടിയതാണ്. പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്നതാണ്. ഈ നോട്ട് അടിക്കുമ്പോൾ വേറെ പ്രത്യേകത വെച്ചാൽ അത്രയും പേപ്പർ മൊത്തം നോട്ട് തന്നെ പ്രിൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. അങ്ങനെ ആ നോട്ട് അടിച്ച് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വരുന്ന നോട്ടുകൾ അവർ വേറെ മാറ്റി വയ്ക്കും. അങ്ങനെ ഒരു 5 നോട്ടാണ് ഇത്. അടുത്ത് വേറെ അത് കാണിച്ച പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്ന ഭാഗം ഒന്ന് കാണിച്ച്. എന്താ പ്രിൻറ്റിങ് മിസ്റ്റേക്ക്? വെരി ഗുഡ്. അത് ശരി. അങ്ങനെ നോട്ടുകൾ അടിക്കുമ്പോൾ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വരുമായിരുന്നല്ലേ? മിസ്റ്റേക്ക് വരുമായിരുന്നു എന്നാണ്. അത് ശരി. പിന്നെ മറ്റൊന്നത് അതേ നോട്ട് തന്നെ 5-ന്റെ ഇത് ഒരു പുറം മാത്രമല്ലേ ഉള്ളൂ? മറുപുറം കൂടെ കാണിക്കാം, നോക്കുക. അതിന്റെ മറുപുറം എന്തിയേ? മറുപുറം എന്തിയേ? അത് കൊള്ളാമല്ലോ. ഇതാണ് മറുപുറം. അപ്പോൾ ഈ മറുപുറം അടിക്കാൻ പറ്റിയില്ല. പ്രിന്റിംഗ് മിസ്റ്റേക്ക് അത് പ്രിന്റിംഗ് മിസ്റ്റേക്കാ അല്ലേ? അത് ശരി. ഇത് ഏത് കാലഘട്ടങ്ങളിലായിരിക്കും ഈ പ്രിന്റിംഗ് മിസ്റ്റേക്ക്? ഇപ്പം അങ്ങനെ വരാൻ സാധ്യതയില്ല. ഇത് വർഷം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാലും അധികം നാളുകളൊന്നായിട്ടുണ്ട്. ഇത് പിൻവെച്ചിട്ടില്ല നോട്ട്, ഒരു ഉണ്ട്. അത് ശരി. ഇത് ഓട്ടക്കാലനെ എന്ന് പറയും. സ്പടിയൻ സിനിമയിൽ തിലകൻ പറയാറുണ്ട് മോഹൻലാലിനോട്, അത് ഇത്തരം ഓട്ടക്കാലനെങ്കിൽ ഇത് 1945 കാലഘട്ടത്തെ ഓട്ടക്കാലനാണ്. ഇത് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇതുകൊണ്ട് വിനിമയം നടത്തിയിട്ടുണ്ട്, ക്രയമായിട്ട് നടത്തിയ പല സാധനവും വാങ്ങിക്കാൻ പോയിട്ടുണ്ട്, വാങ്ങിച്ചിട്ടുമുണ്ട്. ഇത് തുളയുള്ളതുമുണ്ട്, തുളയില്ലാത്തതുമുണ്ട്. ഇതിൻ്റെ കാലണയാണ്. ഇതുകൊണ്ട് 4 കാലണ കൂടുമ്പോഴാണ് ഒരണ എന്ന് പറയുന്നത്. എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞേ? ഇതുകൊണ്ട് 4 കാലണ കൂടുമ്പോഴാണ് ഒരണ. ഒരണ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് ഇന്നത്തെ കാലത്ത്? 16 അണ കൂടുമ്പോഴാണ് 1 രൂപ എന്ന് പറയുന്നത്. 16 അണ 1 രൂപയാണ്. ആ രൂപയല്ല. ശരി. 16 അണ 1 രൂപ. പിന്നെ ഇന്നത്തെ ചക്രം എന്ന് പറഞ്ഞ നാണയമുണ്ട്, ചക്രം. ഇല്ല, ചക്രമല്ല, കാശോ? ഇങ്ങനെയൊക്കെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇതാ 8 കാശ് എന്ന നാണയമാണിത്. ഇത് എങ്ങനെ? 8 കാശ് എന്ന് പറയുന്ന നാണയം. ഇത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, 8 കാശ് എന്നുണ്ട്. അത് കാണിച്ചു നോക്കട്ടെ. ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്. മനസ്സിലായി. 8 കാശ് 16 കാശ് കൂടുമ്പോഴാണ് ഒരു ചക്രം എന്ന് പറയുന്നത്. ശരി. 16 കാശ് ഒരു ചക്രം. 28 ചക്രം കൂടുമ്പോഴാണ് 1 രൂപ എന്ന് പറയുന്നത്. 28 ചക്രം 1 രൂപ. ശരി. 16 കാശ്. ഇത് പൈതഗോറസിന്റെ സിദ്ധാന്തമാണോ അതോ ആരുടെയത്? അല്ലല്ല, ഇത് മുൻകാലങ്ങളിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ വിനിമയത്തിലുണ്ടായിരുന്ന നാണയങ്ങളത്. ശരി. കൊള്ളാം. അത് കൊള്ളാം. ചേട്ടാ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഇത് എത്ര കാലമായി ഈ ഇത്തരം കാര്യങ്ങളിലേക്ക് സൂക്ഷ്മത്തിലേക്ക് വന്നത്? ഞാൻ ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മത്തിലേക്ക് വന്നിട്ട് ഒരു 60 വർഷക്കാലം ആയിരുന്നു. വിദേശം ഒരു 15 വയസ്സുള്ള ഞാൻ എൻ്റെ പിതാവ് എനിക്ക് കുറച്ച് നാണയം തന്നു. അത് സൂക്ഷിച്ച് വെച്ചോളാൻ പറഞ്ഞു. അന്ന് മുതൽ തുടങ്ങിയ താലന്തിൻ്റെ കഥയാണോ? എന്തോ 10 താലന്തിൻ്റെ കഥയാണോ? എൻ്റെ പിതാവ് കുറച്ച് നാണയം തന്നിട്ട് ഇരിക്കട്ടെ, സൂക്ഷിച്ച് വെച്ചോളാൻ പറഞ്ഞിട്ട് തന്നു. പിതാവിൻ്റെ പേരെന്നായിരുന്നു? തോമസ്.
ആഹാ ചേട്ടൻ്റെ പേരെന്നാ ശരിക്കും പറഞ്ഞാൽ? എൻ്റെ പേര് സാധാരണ എന്നെ അറിയപ്പെടുന്ന അപ്പച്ചൻ ആണ് ആൾക്കാരെല്ലാം വിളിക്കാറുള്ളത്. ആഹാ ഇതെവിടെയാ ചേട്ടൻ്റെ സ്ഥലം? എൻ്റെ അവസ്ഥ ഇടുക്കിയില്ല, രാജാക്കാടിനകത്ത് മുല്ലക്കാനം എന്ന സ്ഥലമുണ്ട്, അവിടെയാണ് എൻ്റെ താമസം. മുല്ലക്കാനോ? ആഹാ മുല്ലക്കാനം. മുല്ലക്കാനം. ആ ചേട്ടൻ്റെ ഫോൺ നമ്പർ? 94 96 43 15 09. ഒന്നുകൂടെ പറയാവോ? 94 96 43 09. ഇതൊക്കെ ആരാ ചേട്ടൻ്റെ? ഇത് എൻ്റെ ചെറുമക്കളാണ്, എൻ്റെ മോളുടെ കുട്ടികൾ രണ്ടുപേരും. ഇവർക്കൊക്കെ ഈ കാര്യമായിട്ട് ഇഷ്ടമാണോ ചേട്ടന്? ഇത് അവർക്ക് കാണാനും കൈകാര്യം ചെയ്യാനും വളരെ താല്പര്യമുള്ളുണ്ട്. ആഹാ ആ ഈ മോൻ്റെ പേരെന്ന് പറഞ്ഞേ? എബിന് ഇഷ്ടമാണോ ഇതൊക്കെ പപ്പ വല്യപ്പ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ? അതെയോ? നിനക്ക് ഇതുപോലെ സൂക്ഷ്മമൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ? ആ നീയും വല്യപ്പയെ പോലെ തന്നെ ഒരു മിടുക്കനായി വരട്ടെ കേട്ടോ. ഓക്കെ, എല്ലാവിധ ആശംസകളും. ഓക്കെ, സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്ക് ഇന്ന് നിർത്താം. അടുത്ത പ്രാവശ്യം ഇത് വീണ്ടും കാണാം. ഞാനിത് യൂട്യൂബിൽ കൊടുക്കാം. ചേട്ടന് ചേട്ടനെ അന്വേഷിച്ച് വരുന്നവർക്ക് അതിൻ്റെ ഭാഗ്യം ലഭിക്കട്ടെ. എല്ലാവരും കാണിച്ചു കൊടുക്കുവാനും ചേട്ടന് ഞങ്ങളുടെ അടുത്ത് വരാനും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയൊരു കാര്യം പറഞ്ഞു തരാനും ദൈവം അനുഗ്രഹിച്ചതിലും ഇവിടെ വന്നതിലും ഒത്തിരി സന്തോഷം.